ട്രിപ്ലി മെഡിസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എക്കണോമിക്സ് ഓഫ് പവർ ജനറേഷൻ എന്ന പോർഷനാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ടൈപ്സ് ഓഫ് ലോഡ്സ് ആണ് നോക്കുന്നത്. പവർ ജനറേഷനിൽ വരുന്ന ടൈപ്സ് ഓഫ് ലോഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് റെസിഡൻഷ്യൽ ലോഡ്, രണ്ടാമത്തേത് കൊമേഴ്ഷ്യൽ ലോഡ്, തേർഡ് വൺ ഇൻഡസ്ട്രിയൽ ലോഡ്, മുനിസിപ്പൽ ലോഡ്, ഇറിഗേഷൻ ലോഡ്, ട്രാക്ഷൻ ലോഡ്. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ, മുനിസിപ്പൽ, ഇറിഗേഷൻ ആൻഡ് ട്രാക്ഷൻ ലോഡ്. ഇനി എന്തൊക്കെയാണ് ഈ ലോഡ്സ് എന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നമുക്ക് നോക്കാം. റെസിഡൻഷ്യൽ ലോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അറിയാം, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ഡൊമസ്റ്റിക് ലൈറ്റ്. റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ വരും? നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ലൈറ്റ്സ് വരും, ദ പവർ നീഡഡ് ഫോർ ദ ഡൊമസ്റ്റിക് അപ്ലയൻസസ്, റേഡിയോ, ടെലിവിഷൻ, വാട്ടർ ഹീറ്റർ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇലക്ട്രിക്കൽ കുക്കർ, സ്മോൾ മോട്ടോർ ഫോർ ദ പമ്പിംഗ് വാട്ടർ. അതൊക്കെ എന്താണ്? റെസിഡൻഷ്യൽ ലോഡാണ്. ഇനി കൊമേഴ്ഷ്യൽ ലോഡ് എന്താണ്? കൊമേഴ്ഷ്യൽ പർപ്പസസിന് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഷോപ്സിലൊക്കെയുള്ള ലൈറ്റിംഗ്, അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് യൂസ്ഡ് ഇൻ ദ ഷോപ്സ്, റെസ്റ്റോറൻറ്റ്, അതൊക്കെ എന്താണ്? കൊമേഴ്ഷ്യൽ ലോഡാണ്. ഇനി അടുത്തത് ഇൻഡസ്ട്രിയൽ ലോഡ്. ഇൻഡസ്ട്രിയൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലോഡ് ഡിമാൻഡ് ഓഫ് വേരിയസ് ഇൻഡസ്ട്രീസ്. പല ടൈപ്പിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ ഇൻഡസ്ട്രീസിൽ വരുന്ന ലോഡാണ് എന്ത്? ഇൻഡസ്ട്രിയൽ ലോഡ് എന്ന് പറയുന്നത്. ഇനി മുനിസിപ്പൽ ലോഡ്. മുനിസിപ്പൽ ലോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് സ്ട്രീറ്റ് ലൈറ്റിംഗ്, പവർ റിക്വയർഡ് ഫോർ ദ വാട്ടർ സപ്ലൈ, അതുപോലെ ഡ്രെയിനേജ് പർപ്പസ്, ഇതിനൊക്കെയുള്ള പവർ, അതാണ് മുനിസിപ്പൽ ലോഡ്. ഇറിഗേഷൻ ലോഡ്. ഇറിഗേഷൻ ലോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് ദ ഇലക്ട്രിക്കൽ പവർ നീഡഡ് ഫോർ ദ പമ്പ്. ഇറിഗേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ജലസേചനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അഗ്രികൾച്ചർ, കൃഷിക്കൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന, അപ്പോൾ അതിൽ എവിടെയാണ് പവർ യൂസ് വരുന്നതെന്ന് നോക്കുക. സോ പവർ യൂസ്ഡ് ഫോർ ദ പമ്പ്സ് ഡ്രിവൺ ബൈ ഇലക്ട്രിക്കൽ മോട്ടർ ടു സപ്ലൈ ദ വാട്ടർ ടു ദ ഫീൽഡ്സ്. അടുത്ത ട്രാക്ഷൻ ലോഡാണ്. ട്രാക്ഷൻ ലോഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ടേംസ്, കാർസ്, ട്രോളി, ബസ്സസ്, റെയിൽവേ, അതൊക്കെ എന്തിൽ വരും? ട്രാംസ് എന്ന് വരും. ട്രാംസും ഇതൊക്കെ എന്തിൽ വരും? ട്രാക്ഷൻ ലോഡിൽ വരുന്നതാണ്. അടുത്തത് ഇത് ലോഡ് കർവ്. ഇനി നമ്മൾ കുറച്ച് ലോഡ് കർവ്സിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ ഓഫ് ദ ലോഡ് കർവ്. നിങ്ങൾക്കിവിടെ കാണാം ടൈം ഇൻ എക്സ് ആക്സിസ് ആൻഡ് പവർ ഡിമാൻഡ് ഇൻ കിലോ വാട്ട്. പവർ ഡിമാൻഡ് ഇൻ കിലോ വാട്ട് ഇൻ വൈ ആക്സിസ് എടുത്തേക്കുവാണ്. അപ്പോൾ നമ്മളൊരു ടൈം, ഇപ്പോൾ നമ്മളൊരു ഡെയിലി എടുക്കുവാണെങ്കിൽ ആ ഡെയിലി ലോഡ് കർവ് എടുക്കും. അത് കുറേ ഡേയ്സിൻ്റെ ആവറേജ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ നമുക്ക് ലോഡ് കർവ്, ആനുവൽ ലോഡ് കർവ്, മന്ത്ലി ലോഡ് കർവ്, അങ്ങനെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ടൈം വേഴ്സസ് പവർ ഡിമാൻഡാണ്. അപ്പോൾ ഓരോ ടൈമിലും നമ്മളുടെ പവർ ഡിമാൻഡ് എത്രയാണ്? ഏറ്റവും പീക്ക് പവർ ഡിമാൻഡ് വന്നിരിക്കുന്നതാണ് ഈ ഒരു ലെവൽ. അപ്പോൾ അതാണ് ഇവിടെ പീക്ക് ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ മൊത്തത്തിലുള്ളൊരു ഗ്രാഫിൻ്റെ ഏകദേശം ഒരു ആവറേജ് ഡിമാൻഡ് ഏകദേശം വരുന്നത് ആവറേജ് ലോഡ് എന്ന് പറയുന്നു. അടുത്തത് ബേസ് ലോഡ്, ഏറ്റവും മിനിമം ലോഡ് ഡിമാൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ഓഫ് ദ മന്ത് എന്നൊക്കെ പറയുമ്പോൾ അതാണ് ബേസ് ലോഡ്. അപ്പോൾ ഈ ഒരു ലോഡ് കർവ്, ഇപ്പോൾ ലോഡ് കർവ്, ലോഡ് ഗ്രാഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ it is the graphical representation of the power demand for every instant during a certain time interval. ഈ സച്ച് റെക്കോർഡ് എന്ന് പറഞ്ഞ് ഈ ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 1 hourലെ ലോഡ് കവർ എടുക്കാം നമുക്ക്. ഇപ്പോൾ ഈ ഒരു 1 hourൽ നമ്മൾ എടുക്കുകയാണ്, അതായത് 10 AM മുതൽ 11 AM വരെയുള്ള എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ അവറിലെ ലോഡ് കർവാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് കോൾഡ് അവർലി ലോഡ് കർവ്. ഇനി 24 hours എടുക്കുകയാണെങ്കിലോ ദാറ്റ് വിൽ ബി എ ഡെയിലി ലോഡ് ഗ്രാഫ്. മന്ത് ഇൻ വിച്ച് കേസ് ഇറ്റ് വുഡ് ബി എ മന്ത്ലി ലോഡ് ഗ്രാഫ്. ഇയറിലാണ് എടുക്കുന്നതെങ്കിൽ ഇയറിൽ എത്ര ഉണ്ടാവും അവേഴ്സ് വരുന്നത്? 7860 അവേഴ്സ്, 7860 അവേഴ്സ് ആണ് ഇതിൽ ഇയർലി ലോഡ് കർവ് എന്ന് പറയും. അപ്പോൾ ഈ ലോഡ് കർവ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ എടുത്തിട്ട് ആ ഡ്യൂറേഷനിൽ പ്ലോട്ട് ചെയ്യുന്ന പവർ ഡിമാൻഡാണ്. ദ ഫോളോയിങ് പോയിന്റ്സ് ആർ വർത്ത് നോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പോയിന്റ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് പ്രത്യേകം പഠിക്കേണ്ടതാണ്, ചോദ്യം ചോദിക്കാറുള്ളതാണ്. സോ ലോഡ് കർവിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുക.
ഇത് ഏരിയ അണ്ടർ ദ ലോഡ് കർവ്, അതായത് ഈ ഒരു പോർഷൻസ് ഉണ്ടല്ലോ, ഏരിയ, ഈ കംപ്ലീറ്റ് പോർഷൻ ഏരിയ അണ്ടർ ദ ലോഡ് കർവ് റെപ്രസെൻറ്റ്സ് എനർജി ജനറേറ്റഡ് ഇൻ ദ പീരീഡ് കൺസിഡേർഡ്. എനർജി ജനറേറ്റർ. അപ്പോൾ ഏരിയ അണ്ടർ ദ ലോഡ് കർവ് കറസ്പോണ്ട്സ് ടു എന്താണ്? ക്വസ്റ്റ്യൻ വരും, എനർജി ജനറേറ്റഡ്. ഇനി ഏരിയ അണ്ടർ ദ കർവ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ്. എന്താണ് ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയാണ്. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് ആണെങ്കിലോ ദാറ്റ് വിൽ ഗീവ് ദ ആവറേജ് ലോഡ്. ആവറേജ് ലോഡ് അല്ലെങ്കിൽ പവർ ഡിമാൻഡ്. എനർജി ബൈ ടൈം എന്താണ്? പവറാണ്. ഇനി ദ പീക്ക് ലോഡ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലോഡ് കർവ് റെപ്രസെൻറ്റ് ദ മാക്സിമം ഡിമാൻഡ് ഫോർ ദ പവർ സ്റ്റേഷൻ. പീക്ക് ലോഡാണ് എന്ത്? മാക്സിമം ഡിമാൻഡ് ഫോർ ദ പവർ സ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? എനർജി ജനറേറ്റഡ്, അതുപോലെ തന്നെ ആവറേജ് ലോഡ്, ദെൻ മാക്സിമം ഡിമാൻഡ്. ഇത്രയും നമുക്ക് ഈ ഒരു ലോഡ് കർവിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് പീക്ക് ലോഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മാക്സിമം ഡിമാൻഡാണ്. ആ ഏരിയ അണ്ടർ ദ കർവ് എനർജി ജനറേറ്റഡ് ആണ്. ഏരിയ അണ്ടർ ദ കർവ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് അവേഴ്സ് ആണെങ്കിൽ ആവറേജ് ലോഡാണ്. ഇനി അടുത്ത സിഗ്നിഫിക്കൻസ് ഓഫ് ലോഡ് കർവ്. ഇപ്പോൾ ലോഡ് കർവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ദാറ്റ് വിൽ ഗീവ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഇൻകമിങ്, ഹൗ മച്ച് ജനറേഷൻ ഈസ് ഹാപ്പനിങ് ആൻഡ് ഹൗ മച്ച് പവർ ഡിമാൻഡ് ഈസ് ദെയർ. ആൻഡ് ടു ഡിസൈഡ് ദ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓഫ് ദ പവർ സ്റ്റേഷൻ, ഈ ഒരു ലോഡ് കർവ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വെൻ വി ആർ ഇപ്പം ഈ ഒരു കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ പറയുന്നത് ഡിസൈൻ എ പവർ സ്റ്റേഷൻ ഒക്കെയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് ഈ ഒരു ലോഡ് കർവ് എന്ന് പറയുന്നത്. ടു ഡിസൈഡ് ദ എക്കണോമിക്കൽ സൈസസ് ഓഫ് വേരിയസ് ജനറേറ്റിംഗ് യൂണിറ്റ്സ്. അപ്പോൾ എക്കണോമിക്കലായിട്ട് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഒരു പവർ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ റിമോട്ടായിട്ടുള്ള ഏരിയാസിലായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു ഹയർ പവറിനെ ഒരുപാട് അല്ലെങ്കിൽ പവർ ജനറേറ്റ് ചെയ്യപ്പെടുന്നതിന് നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഒരു പ്രോബ്ലം വരുന്നത് അങ്ങനെ ഒരു ലോസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് ഒട്ടും എഫക്റ്റീവ് ആയിരിക്കില്ല. പക്ഷെ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ഒരു AC പവർ സപ്ലൈ നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനെ ട്രാൻസ്ഫോമേഴ്സ് 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സ് വെച്ച് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രാൻസ്മിഷൻ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു AC സപ്ലൈ സിസ്റ്റത്തിനകത്ത് ഈ ലോവർ ടു ഹയർ വോൾട്ടേജ് ആക്കാനും ഹയർ ടു ലോവർ വോൾട്ടേജ് ആക്കാനും ഇങ്ങനെ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഈ ഒരു ഹയർ ഡിസ്റ്റൻസിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എളുപ്പമാണ്. അപ്പോൾ ആ ഒരു ഈസിനെസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്കണോമിക്സ് ഓഫ് ജനറേഷൻ ഒരു ഫാക്ടർ ഈ ഡിസ്റ്റൻസിൻ്റെ കാര്യമാണ്. ബിക്കോസ് ഈ ട്രാൻസ്മിഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലോസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും, അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫോർ ദ ജനറേഷൻ. പിന്നെ അടുത്ത ഒരു കൺസിഡറേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഡിസ്റ്റൻസ് ഓഫ് ദ പവർ പ്ലാന്റ് ഫ്രം ദ മെയിൻ ഏരിയാസ് അത് പറഞ്ഞു. അടുത്തത് ഇപ്പോൾ നമ്മൾ പവർ ജനറേഷൻ അല്ലെങ്കിൽ പവർ സ്റ്റേഷൻ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ റിലയബിലിറ്റി, അതുപോലെ മിനിമം ക്യാപിറ്റൽ കോസ്റ്റ് എത്രയാണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രയാണ്, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആദ്യം തന്നെ ഒരു എത്ര എസ്റ്റിമേറ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എത്ര ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മളൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. അപ്പോൾ ലോഡ് കർവ് എന്തൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻസ് വരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ജനറേറ്റിംഗ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ഷെഡ്യൂൾ ഓഫ് ദ പവർ സ്റ്റേഷൻ, അതായത് സീക്വൻസ് ഇൻ വിച്ച് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഷുഡ് ബി റൺ. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് പവർ യൂണിറ്റ്സ് ഏതൊക്കെ ഓർഡറിലാണ് വർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നല്ല പീക്ക് അവേഴ്സിൽ ഏതൊക്കെ യൂണിറ്റ് വർക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഓപ്പറേറ്റിംഗ് ഷെഡ്യൂളിൽ വരുന്നത്. അടുത്തതാണ് ലോഡ് ഡ്യൂറേഷൻ കർവ്. ഇപ്പം നമ്മൾ പറഞ്ഞത് ലോഡ് കർവ് ആയിരുന്നു. ഇനി ലോഡ് ഡ്യൂറേഷൻ കർവ്. ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഓൾ ദ ലോഡ് എലമെൻറ്റ് ഇൻ ദ ക്രോണോളജിക്കൽ ലോഡ് കർവ് ഇൻ ഓർഡർ ഓഫ് ഡിസെൻഡിങ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഈ ഒരു വരുന്നത്
ഒരു ഡെയിലി ലോഡ് കർവ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു 6 AM 8 AM 2 PM 3 PM എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഡെയിലി ലോഡ് കർവ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം എന്താണ് അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി കാണിച്ചിരിക്കുകയാണ് അല്ലേ. പക്ഷേ ഇനി വരച്ചിരിക്കുന്നത് നമ്മൾ എത്ര അവേഴ്സ് ഡ്യൂറേഷൻ ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കാം, ഏറ്റവും കൂടുതൽ പീക്കായിട്ടുള്ളത് 35 kW അല്ലേ. അത് നമ്മൾ ആദ്യം 35 kW അത് നമ്മൾ എത്ര മണിക്കൂറിലേക്ക് കിട്ടുന്നുണ്ട് അത് നമ്മൾ ആദ്യം പ്ലോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിന് ശേഷം അപ്പോൾ ഈ ഒരു 8 AM 2 PM ഇടയ്ക്ക് എത്ര വരുന്നുണ്ട് അതാണ് 6 hours എന്ന് വരിക്കുന്നത്. അടുത്തത് 30 kW 3 PM 6 PM ഇടയ്ക്കല്ലേ. അപ്പോൾ അത് എത്ര വരുന്നുണ്ട്? 3 hours വരുന്നുണ്ട്. അതായത് ഈ ഒരു 6 കഴിഞ്ഞ് പിന്നെ എത്രയാണ്? 9. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. 6നും 9നും ഇടയ്ക്ക് 3 hours. സോ ഇവിടെ 30 kW. ഇങ്ങനെ ഡിസെൻഡിങ് ഓർഡറിൽ അതാണ് ലോഡ് ഡ്യൂറേഷൻ കർവ്. അതായത് ഇത്ര ലോഡ് എത്ര ഡ്യൂറേഷനിൽ ഉണ്ട്, എത്ര ഡ്യൂറേഷൻ നമുക്ക് ആവശ്യം വരുന്നു, അല്ലെങ്കിൽ ഡിമാൻഡ് വരുന്നുണ്ട്, ആൻഡ് ആ ഒരു ഡിസെൻഡിങ് ഓർഡറിൽ പ്ലോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ലോഡ് ഡ്യൂറേഷൻ കർവ്. സോ ദാറ്റ് വിൽ റെപ്രസെൻറ്റ് ദ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ദിസ് ലോഡ് കർവ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഇതൊരു അവർലി ആണെങ്കിൽ അത് അതിനനുസരിച്ച് പ്ലോട്ട് ചെയ്തിരിക്കുന്നു. ദെൻ മാക്സിമം ലോഡ്, സാധാരണ മാക്സിമം ലോഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട ഗ്രാഫ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പവർ സ്റ്റേഷനിൽ വരുന്ന 35 kW ആണ് ഈ ഒരു കാര്യത്തിൽ വന്നിരിക്കുന്നത്. എത്രയാണ്? 35 kW 8 AM മുതൽ 2 PM വരെയുള്ള ടൈമാണ് ഈ ഒരു കർവിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്താണ് ആ ലോഡ് കർവിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് കുറച്ച് പവേഴ്സിനെ പറ്റി പഠിക്കണം. പവേഴ്സ് എന്തൊക്കെ ടൈപ്പ് പവേഴ്സാണ്? ഒന്ന് ഡംപ് പവർ. ഈ ഒരു ടേംസ് കേട്ടിട്ടില്ലെങ്കിൽ ഈ ഒരു ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് പോവുക ഷോർട്ടായിട്ട്. ഡംപ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹൈഡ്രോ പവർ പ്ലാന്റ്സ്. നമുക്കറിയാം എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ആണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഡംപ് എന്ന് പറയുന്നത്. The power in excess of the load requirement and it is made available by the surplus water യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന പവറാണ് ദ പവർ ഇൻ എക്സസ് ഓഫ് ദ ലോഡ് റിക്വയർമെൻറ്റിനേക്കാളും കൂടുതൽ വരുന്ന പവർ. അടുത്തതാണ് എന്ത്? ഫേം പവർ എന്ന് പറഞ്ഞാൽ ദ പവർ വിച്ച് ഷുഡ് ബി ഓൾവേസ് ബി അവൈലബിൾ അണ്ടർ ദ എമർജൻസി കണ്ടീഷൻ. അപ്പോൾ എപ്പോഴും നമുക്ക് എമർജൻസി കണ്ടീഷൻ വന്നാൽ ആവശ്യമുള്ളതാണ് എന്ത്? ഫേം ആയിരിക്കണം, അല്ലെങ്കിൽ അത് സ്ട്രോങ് ആയിരിക്കണം എന്ന് പറയുന്ന ആ ഒരു മീനിങ്ങിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ ഫേം പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് അവൈലബിൾ ഈവൻ അണ്ടർ ദ എമർജൻസി കണ്ടീഷൻ. ഏറ്റവും എമർജൻസി കണ്ടീഷനിൽ പോലും അവൈലബിൾ ആയിരിക്കണം ഫേം പവർ. അടുത്തതാണ് പ്രൈം പവർ. പ്രൈം മൂവർ എന്ന് ഓർക്കുക. പ്രൈം പവർ എന്ന് പറയുമ്പോൾ പ്രൈം മൂവർ എന്ന് ഓർക്കുക. ഇറ്റ് ഈസ് ദ പവർ വിച്ച് മേ ബി മെക്കാനിക്കൽ, ഹൈഡ്രോളിക് ഓർ തെർമൽ ദാറ്റ് ഈസ് ഓൾവേസ് അവൈലബിൾ ഫോർ ദ കൺവേർഷൻ ഇൻ ടു ഇലക്ട്രിക്കൽ പവർ. പ്രൈം പവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ മെക്കാനിക്കൽ പവർ അല്ലെങ്കിൽ ഹൈഡ്രോളിക് പവർ ഓർ തെർമൽ പവർ വിച്ച് ഈസ് യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ റോട്ടർ ഓഫ് ദ ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ ജനറേറ്റർ സോ ദാറ്റ് ദ മെക്കാനിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക് പവർ. സോ പ്രൈം മൂവർ എന്ന് ഓർക്കുക. കോൾഡ് റിസർവ് എന്താണെന്ന് നോക്കാം. അതൊരു അടുത്ത ടേമാണ് കോൾഡ് റിസർവ്. ഈ റിസർവ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? റിസർവ് ചെയ്ത് വയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ദ റിവേഴ്സ് ജനറേറ്റിംഗ് കപ്പാസിറ്റി വിച്ച് ഈസ് നോട്ട് ഇൻ ഓപ്പറേഷൻ ബട്ട് ക്യാൻ ബി മെയ്ഡ് അവൈലബിൾ ഫോർ സർവീസ്. കോൾഡ് റിസർവ് എന്ന് പറഞ്ഞാൽ റിസർവ് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. പക്ഷേ അത് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറേറ്റിംഗ് കപ്പാസിറ്റി ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കണം. അടുത്തതാണ് ഹോട്ട് റിസർവ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷനിലാണ്, അതായത് കണക്റ്റഡ് ആണ്, പക്ഷേ അത് സർവീസിലല്ല. ഹോട്ട് റിസർവ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആവശ്യം വന്നാൽ പെട്ടെന്ന് അത് എന്ത് ചെയ്യാം? ഇൻ സർവീസ് ആക്കാൻ പറ്റും. പക്ഷേ കോൾഡ് റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷനിലും അല്ല, പക്ഷേ എന്താണ്? ഇപ്പോൾ ഓപ്പറേഷനിൽ കണക്ട് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് സർവീസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സ്പിന്നിങ് റിസർവ്. എന്താണ് സ്പിന്നിങ് റിസർവ്? ബസ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ റിസർവ് ജനറേറ്റിംഗ് കപ്പാസിറ്റി ദാറ്റ് ഇസ് കണക്റ്റഡ് ടു ദ ബസ് ബാർ ആൻഡ് റെഡി ടു ടേക്ക് ദ ലോഡ്.
റെഡി ടു ടേക്ക് ദ ലോഡ്. അതാണ് ദ ജനറേറ്റിംഗ് കപ്പാസിറ്റി, റിസർവ് ജനറേറ്റിംഗ് കപ്പാസിറ്റി കണക്റ്റഡ് ടു ദ ബസ് ആൻഡ് ഈസ് റെഡി ടു ടേക്ക് ദ ലോഡ്. അതാണ് സ്പിന്നിങ് റിസർവ്. അപ്പോൾ കോൾഡ് റിസർവ്, ഹോട്ട് റിസർവ്, സ്പിന്നിങ് റിസർവ്, ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. അടുത്തത് കണക്റ്റഡ് ലോഡാണ്. കണക്റ്റഡ് ലോഡ് എന്താണ്? കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു സിസ്റ്റം എടുത്തു, അല്ലെങ്കിൽ ഒരു വലിയൊരു സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ട് എടുത്തു, അതിനകത്ത് എല്ലാ അപ്പാരറ്റസിൻ്റെയും, ഈ പവർ യൂസ് ചെയ്യുന്ന എല്ലാ അപ്പാരറ്റസിൻ്റെയും റേറ്റിംഗ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു റേറ്റിംഗ് അതാണ് എന്ത്? കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത്. അതിനനുസരിച്ചിട്ടാണ് എത്ര എനർജി അതിന് ആവശ്യമുണ്ട്, എത്ര പവർ യൂസ് വരുന്നുണ്ട്, ആ എത്ര പവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ചാണ്. ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ ആ വീടിൻ്റെ മൊത്തത്തിലെടുക്കാം, ഒരു വീട്ടിൽ ഒരു റൂമിൽ മാത്രം എടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് കണക്റ്റഡ് ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് ഡിമാൻഡ്. ഡിമാൻഡ് എന്താണ്? ഡിമാൻഡ് എന്ന് നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു. പവർ ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞു. ദാറ്റ് ഈ ഒരു ഡിമാൻഡ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഇൻ്റർവൽ ഓഫ് ടൈമിൽ വാട്ട് ഈസ് ദ പവർ റിക്വയർഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പവർ ഡിമാൻഡ്. സോ ദ ലോഡ് ദാറ്റ് ഈസ് ഡ്രോൺ ഫ്രം ദ സോഴ്സ് ഓഫ് സപ്ലൈ അറ്റ് ദ റിസീവിങ് ടെർമിനൽ. നമ്മൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഡിമാൻഡിനനുസരിച്ച്. അപ്പോൾ ദ ലോഡ് ദാറ്റ് ഈസ് ഡ്രോൺ ഫ്രം ദ സോഴ്സ് ഓഫ് സപ്ലൈ, സോഴ്സ് ഓഫ് സപ്ലൈയിൽ നിന്ന് ഓരോ സമയത്തും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ലോഡ്, അതാണ് എന്ത് ആക്ച്വലി ഡിമാൻഡ്. അതിനൊരു പർട്ടിക്കുലർ ഡ്യൂറേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആവറേജ് ചെയ്യും ഫോർ ദ സ്പെസിഫിക് ഇൻ്റർവൽ ഓഫ് ടൈം. ഡിമാൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ കിലോ വാട്ട്, കിലോ വോൾട്ട് ആംപിയർ, ampere and other suitable unit. If the demand is expressed in kilowatt, kilovolt, ampere or other suitable units. അടുത്തത് maximum demand or peak load. maximum demand or peak load. ഈ നമ്മൾ ഡിമാൻഡ് പറഞ്ഞു, ആ ഡിമാൻഡിനകത്ത് പല ഡ്യൂറേഷനിൽ എത്ര ഡിമാൻഡ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേരിൽ തന്നെ അറിയാം, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ദ ഡിമാൻഡ്സ് ദാറ്റ് ഹാവ് ഒക്വേർഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അതാണ് അതിൻ്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓവർ എ പ്രിസ്ക്രൈബ്ഡ് ഇൻ്റർവൽ ഓഫ് ടൈം. ഇനി മാക്സിമം ഡിമാൻഡ് കണക്റ്റഡ് ലോഡ് പഠിച്ചു. ഇനി എന്താണ് ഡിമാൻഡ് ഫാക്ടർ? അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എല്ലാവർക്കും മാറിപ്പോകാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കുക, കാരണം ഇത് ചോദിക്കാറുള്ളതാണ്. ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് മാക്സിമം ഡിമാൻഡ് ആൻഡ് കണക്റ്റഡ് ലോഡാണ്, അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ലോഡാണ്. അപ്പോൾ ഒരു സിസ്റ്റം എടുത്തു, ആ സിസ്റ്റത്തിനകത്ത് ടോട്ടലി എത്ര കണക്റ്റഡ് ലോഡ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തു, അതിലൊരു ഡ്യൂറേഷനിൽ, ആ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനിൽ ഈ പറഞ്ഞ എത്രയാണ് മാക്സിമം ഡിമാൻഡ് വന്നത്, ഓരോ ടൈം ഇൻ്റർവെൽ വെച്ചിട്ട് ആ ഒരു മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ബൈ കണക്റ്റഡ് ലോഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഡിമാൻഡ് ഫാക്ടർ കിട്ടുന്നു. അടുത്തത് ലോഡ് ഫാക്ടറാണ്. ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ആ ഒരു റേഷ്യോയിൽ വന്നിരിക്കുന്ന വ്യത്യാസം മനസ്സിലാക്കുക. ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡാണ്. ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഇനി ഡൈവേഴ്സിറ്റി ഫാക്ടർ, ജസ്റ്റ് നമുക്കിതിൻ്റെ ആ ഒരു ഇക്വേഷൻസ് ആദ്യം നോക്കാം. എന്താണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്? ഇപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം, സം ഓഫ് ദ ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് ദ എൻറ്റയർ ഗ്രൂപ്പ്. അപ്പോൾ നമുക്കൊരു സിസ്റ്റം എടുത്തു, ആ ഒരു സിസ്റ്റത്തിനകത്തൊരു പാർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ മാക്സിമം, ഇപ്പോൾ നമ്മൾ ഇത്ര ഡ്യൂറേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ആ ഡ്യൂറേഷനിൽ ഒക്കെയുള്ള മാക്സിമം ഡിമാൻഡ്, അടുത്ത ഡ്യൂറേഷനിലുള്ള മാക്സിമം ഡിമാൻഡ്, അതാണ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് മാക്സിമം ഡിമാൻഡ് ഓഫ് ദ എൻറ്റയർ ഗ്രൂപ്പ്, അതാണ് ആ മൊത്തത്തിൽ നോക്കുമ്പോഴുള്ള മാക്സിമം ഡിമാൻഡ് എത്രയാണ്, അത് ഡിവൈഡ് ചെയ്ത്, സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് ദ എൻറ്റയർ ഗ്രൂപ്പ്, അതാണ് എന്ത് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ അതിലേക്ക് വരാം. അടുത്ത പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറാണ്. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഉണ്ട് എന്ന് വെച്ചാൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് അവർ. Energy produced in a given period divided by capacity of the plant in kilowatt into എന്താണ് ടൈമാണ്. അടുത്ത പ്ലാന്റ് യൂസ് ഫാക്ടർ. പ്ലാന്റ് യൂസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു റേഷ്യോ ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഗിവൺ ടൈം ഡിവൈഡഡ് ബൈ എന്താണ് കപ്പാസിറ്റി ഇൻറ്റു ടൈമാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറും പ്ലാന്റ് യൂസ് ഫാക്ടറും ഒക്കെ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ ഡിമാൻഡ് ഫാക്ടർ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഡിമാൻഡ് ഫാക്ടർ ഇസ് ദ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ലോഡാണ്.
ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡിമാൻഡ് ഫാക്ടർ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതിൽ കാണാം ഈ മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ബൈ കണക്റ്റഡ് ലോഡ് കിലോ വാട്ടിൽ നോക്കുക, മാക്സിമം ഡിമാൻഡ് നോക്കുക. അപ്പോൾ അതിൽ എപ്പോഴും ഏതായിരിക്കും വലുത് വരുന്നത്? വലിയ വാല്യൂ വരുന്നത് കണക്റ്റഡ് ലോഡായിരിക്കും. സോ ദിസ് വാല്യൂ ഓഫ് ഡിമാൻഡ് ഫാക്ടർ ദാറ്റ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി അടുത്തത് ലോഡ് ഫാക്ടർ. ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡാണ്. അപ്പോൾ ആവറേജ് ലോഡ് ടു ദ മാക്സിമം ഡിമാൻഡ് ഡ്യൂറിങ് എ സർട്ടൈൻ പീരീഡ് ഓഫ് ടൈം. ഇപ്പോൾ നമ്മൾ സർട്ടൈൻ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഒരു ഡേ ആകാം, മന്ത് ആകാം, ഇയർ ആകാം, അതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് ലോഡ് ഫാക്ടർ. സോ ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഇപ്പോൾ ഇതിനകത്തൊരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേതായിരിക്കും? ആവറേജ് ലോഡ് എന്ന് പറയുന്നതും മാക്സിമം ഡിമാൻഡ് എപ്പോഴും ആവറേജ് ലോഡ്, നമ്മൾ ആ ഗ്രാഫ് കണ്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ ഗ്രാഫിനകത്ത് ആവറേജ് ലോഡ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ മാക്സിമം ഡിമാൻഡ് ഓർ പീക്ക് ഡിമാൻഡ്. സോ ദിസ് വിൽ ബി ഓൾവേസ് നോട്ട് നെഗറ്റീവ്, ലെസ് ദാൻ 1. ഈ ലോഡ് ഫാക്ടർ എങ്ങനെയായിരിക്കും? ഓൾവേസ് ലെസ് ദാൻ 1. അപ്പോൾ ഡിമാൻഡ് ഫാക്ടറും ലോഡ് ഫാക്ടറും ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. ഇതിലേതാണ് കൂടുതൽ വരിക എന്ന് മനസ്സിലാക്കി വയ്ക്കുക, അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആണെന്ന് ഓർത്ത് വെച്ചിട്ട് അതിനനുസരിച്ച് ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും സാധിക്കും. ഇനി ഇതിൽ ആവറേജ് ലോഡ് എന്ന് പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ആവറേജ് ലോഡ് പഠിച്ചതാണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ടോട്ടൽ, അതായത് ഇത്ര ഡ്യൂറേഷനിൽ വന്നിട്ട് എത്ര അവേഴ്സിലാണ് നമ്മൾ ഈ ഒരു പവർ ഡിമാൻഡ് വരുന്നത്, ആ ഒരു ഇത് വരുന്ന എനർജി, ടോട്ടൽ എനർജി ഇൻ ദാറ്റ് ഡ്യൂറേഷൻ ഡിവൈഡഡ് ബൈ ദാറ്റ് ടൈം, അത് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ലോഡ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുന്നത്. ആവറേജ് ടോട്ടൽ എനർജി ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. ഇനി അതിനാണ് ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് കിട്ടിയാൽ ലോഡ് ഫാക്ടർ കിട്ടുന്നത്. അടുത്ത ഡൈവേഴ്സിറ്റി ഫാക്ടർ. ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് തിങ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പവർ ഇൻസ്റ്റലേഷൻ, അതിൽ നിന്ന് വരുന്ന എല്ലാ കൺസ്യൂമേഴ്സും, ആ ഓരോ കൺസ്യൂമറിൻ്റെ മാക്സിമം ഡിമാൻഡ് വെച്ചിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓരോ കൺസ്യൂമേഴ്സിൻ്റെയും മാക്സിമം ഡിമാൻഡ് ഇപ്പോൾ നമ്മൾ എടുക്കുവാണെങ്കിൽ, ഇപ്പം ഓരോ ടൈമിൽ ആ ഒരു ഡ്യൂറേഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ് അറ്റ് എ ഡിഫറെൻറ്റ് ടൈം ഡ്യൂറേഷൻ. അതാണ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും? ഈ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ ദ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ആയിരിക്കും. ഇതിലേതായിരിക്കും വലുത് വരുന്നത്? മാക്സിമം ഡിമാൻഡ് ഓഫ് ദ എൻറ്റയർ ഗ്രൂപ്പ് ആണോ, സം ഓഫ് ദ ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ആയിരിക്കും? ഇതായിരിക്കും, സം ആയിരിക്കും ഹയർ ആയിട്ട് വരുന്നത്. സോ അതിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ദാറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആയിരിക്കും. അപ്പോൾ അതൊരു കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. So the ratio of individual maximum demand of all the consumer supplied to the maximum demand of the power stations. All the consumers supplied to the maximum demand of the entire group. അടുത്ത യൂട്ടിലൈസേഷൻ ഫാക്ടർ. ഇത് നമ്മൾ വിട്ടുപോയിരുന്നു ഇവിടെ. യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ മാക്സിമം ജനറേറ്റർ ഡിമാൻഡ് ടു ദ ജനറേറ്റർ കപ്പാസിറ്റി. എത്ര നമ്മൾ യൂസ് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? റേഷ്യോ ഓഫ് മാക്സിമം ജനറേറ്റർ ഡിമാൻഡ് ടു ദ ജനറേറ്റർ കപ്പാസിറ്റി. മാക്സിമം ജനറേറ്റർ ഡിമാൻഡ് ടു ദ ജനറേറ്റർ കപ്പാസിറ്റി. ഇറ്റ് ഈസ് ഓൾവേസ് എന്താണ് വരുന്നത്? ലെസ് ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ 1 ആണോ? ഇപ്പോൾ മാക്സിമം ജനറേറ്റർ ഡിമാൻഡ്, ജനറേറ്റർ കപ്പാസിറ്റി ആയിരിക്കുമല്ലോ കൂടുതൽ വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ലെസ് ആണോ ഗ്രേറ്റർ ആണോ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചതിൽ ഗ്രേറ്റർ ആയിട്ട് വന്നത് ഏതാണ്? ഡൈവേഴ്സിറ്റി ഫാക്ടറാണ്. അടുത്ത പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറാണ്. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ, അല്ലെങ്കിൽ ഇതിന് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, പ്ലാന്റ് ഫാക്ടർ എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. പ്ലാന്റ് ഫാക്ടർ കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കിലോ വാട്ട് അവർ ടു ദ മാക്സിമം പോസിബിൾ എനർജി ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ പ്ലാന്റ് ജനറേഷൻ, ഈ ഒരു പവർ പ്ലാന്റിൻ്റെ ഒരു ഡിസൈനിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് വി ഹാവ് ടു പ്ലാൻ ഫോർ എ റിസർവ്ഡ് കപ്പാസിറ്റി ഓൾസോ. അതായത് കുറച്ച് കൂടുതൽ കപ്പാസിറ്റി, നമുക്ക് ആവശ്യം വരാവുന്ന മാക്സിമം ഡിമാൻഡിനേക്കാളും കൂടുതൽ ഒരു കപ്പാസിറ്റി നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ കപ്പാസിറ്റി ഫാക്ടർ ഓർ പ്ലാൻ ഫാക്ടർ പറയുന്നത്.
സോ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നു, കൂടുതൽ ഇൻസ്റ്റലേഷൻസ് വരുന്നു. അപ്പോൾ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇൻക്രീസ് ഇൻ ദ ലോഡ് അത് നമ്മൾ ആ ഒരു ലോഡ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ഈ ഒരു കപ്പാസിറ്റി ഫാക്ടർ ആവശ്യമാണ്. സോ ദ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ് ഈസ് യൂഷ്വലി ഗ്രേറ്റർ ദാൻ വാട്ട് ഈസ് ആക്ച്വലി യൂസ്ഡ്. ഓക്കെ, സോ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഈസ് ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ കിലോവാട്ട് അവർ. ഇതിൽ ഇൻസ്റ്റാൾഡ് മാക്സിമം പോസിബിൾ എനർജി ദാറ്റ് ഈസ് പോസിബിൾ അതായിരിക്കും എപ്പോഴും കൂടുതൽ അല്ലേ. അപ്പോൾ ആ ഒരു ഓർത്ത് വയ്ക്കുക, ഇതും ലെസ് ദാൻ 1 വാല്യൂ ആണ് നമുക്ക് വരിക. ഇനി അടുത്തത് പ്ലാന്റ് യൂട്ടിലൈസേഷൻ ഫാക്ടറാണ്, അല്ലെങ്കിൽ പ്ലാന്റ് യൂസ് ഫാക്ടർ. അപ്പോൾ എത്രമാത്രം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇതിൽ റേഷ്യോ ഓഫ് ദ എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഗിവൺ ടൈം ടു ദ മാക്സിമം പോസിബിൾ എനർജി ദാറ്റ് കുഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ആക്ച്വൽ നമ്പർ ഓഫ് അവേഴ്സ് ഓഫ് ദ പ്ലാന്റ് ഇൻ ഓപ്പറേഷൻ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് യൂസ് ഫാക്ടറും പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറും ഓർത്തു വയ്ക്കുക, മാറിപ്പോവാതെ. അതായത് ഈ പ്ലാന്റ് യൂസ് ഫാക്ടറിൻ്റെ മറ്റൊരു പേര് നമുക്ക് പറയാവുന്നത് പ്ലാന്റ് ഓപ്പറേറ്റിംഗ് ഫാക്ടർ എന്നാണ്. പ്ലാന്റ് ഓപ്പറേറ്റിംഗ് ഫാക്ടർ. ഈ പ്ലാന്റ് ഓപ്പറേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ദ ആക്ച്വൽ എനർജി ജനറേറ്റഡ് ഡ്യൂറിങ് എ പീരീഡ്. ഇപ്പോൾ നമ്മളൊരു വർഷം എടുത്തു, റേഷ്യോ ഓഫ് ദ ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് to the productive capacity of the plant and the number of hours the plant has been actually in operation during the period. ആ ഒരു ടൈം മറ്റേ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിനകത്താണെങ്കിലാണ് ഈ ഒരു ഗിവൺ പീരീഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് യൂസ് ചെയ്യുന്നു. ഇവിടെയുള്ള ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ അതുകൊണ്ടാണ് ടി ഡാഷ് എന്ന് ജസ്റ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ആക്ച്വൽ നമ്പർ ഓഫ് അവേഴ്സ് യൂസ്ഡ്. ഇപ്പോൾ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്ലാന്റ് യൂസ് ഫാക്ടർ എത്ര യൂസ് ചെയ്തു, അതായത് എത്ര ടൈമിൽ ആ ഒരു ഡ്യൂറേഷനിൽ ഈ പ്ലാന്റ് ആക്ച്വലി വർക്ക് ചെയ്തു, അതാണ്. ഈ ഒരു നമ്മളിപ്പോൾ ഒരു വർഷം എടുക്കുകയാണെങ്കിൽ എത്ര മണിക്കൂർ ആ വർഷത്തിൽ ഉണ്ട്, എത്ര നേരം വർക്ക് ചെയ്തു എന്നുള്ളതല്ല, എത്ര മണിക്കൂർ ഓൾറെഡി ഉണ്ട്, ആ ഒരു ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് ആണ് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിൽ നമ്മൾ എടുക്കുക. അതുപോലെ അതായത് ഫുൾ ടൈം വർക്ക് ചെയ്താലും നമുക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്, അതാണ് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. ആൻഡ് ഹിയർ പ്ലാന്റ് യൂസ് ഫാക്ടർ ഈസ് ആക്ച്വലി ദ പ്ലാന്റ് ഹാസ് ബീൻ ഓപ്പറേഷൻ എത്ര അവേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഇനി ഒരു കാര്യം, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്നൊരു ടേം നമ്മൾ വിട്ടുപോയെങ്കിൽ, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നമുക്കറിയാമല്ലോ. അതായത് ഈ ഒരു സിസ്റ്റം നമുക്ക് ലോഡിന് വേണ്ടിയിട്ട് ദ ടോട്ടൽ ആ ഒരു സ്റ്റേഷൻ കപ്പാസിറ്റി അവൈലബിൾ ടു സപ്ലൈ, ദ ടോട്ടൽ സ്റ്റേഷൻ കപ്പാസിറ്റി ദാറ്റ് ഈസ് അവൈലബിൾ ടു സപ്ലൈ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. എന്താണ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് മുമ്പ് നമ്മൾ ഹോട്ട് റിസർവ്, കോൾഡ് റിസർവ്, ഫേം പവർ ഒക്കെ പറഞ്ഞിരുന്നു. ഇനി ഈ പീക്ക് ലോഡിന് കൂടുതലായിട്ട് വരുമ്പോൾ ഉള്ള റിസർവാണ് ഓപ്പറേറ്റിംഗ് റിസർവ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴും കണക്റ്റഡ് ടു ദ ബസ് ആൻഡ് റെഡി ടു ടേക്ക് ദ ലോഡ് എന്ന് പറയുന്നത് ഏത് റിസർവാണ്? സ്പിന്നിങ് റിസർവ്. ഇപ്പോൾ റിസർവിൻ്റെ കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കി, ഈ പേരുകളൊക്കെ പ്രത്യേകം. ഹോട്ട് റിസർവ്, കോൾഡ് റിസർവ്, അതുപോലെ മറ്റൊന്ന് ആദ്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റിംഗ് റിസർവാണ്, അടുത്തത് സ്പിന്നിങ് റിസർവാണ്. അപ്പോൾ ആ ഒരു 4 റിസർവുകളും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പഠിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.